അങ്ങനെ ഗൈസ് നമ്മൾ സുഡിയോ ഒന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഈ സൂപ്പർ മാർക്കറ്റിലാണ് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇവള് ഈ മഷ്റൂം ഏതെടുക്കണം എന്നുള്ള ഡൗട്ടിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് ഒരെണ്ണം എടുത്തു. അവളേലും വലിയ കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. എൻ്റെ ഈ കയ്യിലുള്ള സ്ട്രോബെറി ബ്ലൂബെറി എടുക്കണോ വേണ്ടേ ആ ഒരു ഡൗട്ടിലായിരുന്നു ഞാൻ. ഈ ഇല പോലത്തെ സംഭവം ഞാൻ കുറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. പക്ഷെ എന്തുട്ടാന്ന് എനിക്കറിയില്ല. എന്തുട്ടായാലും ഞാൻ അയാൾ എടുത്ത് പിന്നെ എന്തെങ്കിലും വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടോ നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒന്നും കണ്ടില്ല ഗൈസ്. പിന്നെ നമ്മൾ നേരെ അടുത്ത സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ സോസേജ് അയച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഒന്ന് ട്രൈ ആക്കാന്ന് വെച്ച് സോസേജ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മന്തി വാങ്ങിക്കാൻ പോയി. നോമ്പും പിടിച്ച് ഈ മന്തി കടയ്ക്ക് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് ഗൈസ്. അങ്ങനെ നമ്മളെ മന്തിയൊക്കെ മേടിച്ച് പെരിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ ലാബിൽ പോയി. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വേഗം എത്തിയിട്ട് ഈത്തപ്പഴവും നട്ട്സും പിന്നെ സ്ലൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതൊക്കെ വേഗം സെറ്റാക്കി വെച്ച് പിന്നെ സ്നാക്സ് ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല. ജ്യൂസ് കുടിച്ച് അങ്ങനത്തെ നമ്മൾ നേരെ മന്തി കഴിക്കണം ഗൈസ്. മന്തി കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എടുക്കണം, അത് നിർബന്ധം. അതുപോലെ തന്നെ മന്തി കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ കിടന്നു ഗൈസ്. ഈ പറഞ്ഞിരിക്കണ വേറെ ഒന്നുമല്ല, മന്തി എവിടേക്ക് പോയിന്ന് കണ്ടില്ല എന്നാണ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നോമ്പ് പിടിച്ചിട്ട് ആദ്യമായിട്ടാണ് സ്നാക്സും തിന്നാണ്ട് നേരിട്ട് മന്തി കഴിക്കാൻ. പിന്നെ ഒരു ചായയും കൂടി കുടിച്ചാൽ റാഹത്തായി ഗൈസ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പം അത്രേ ഉള്ളൂ.